നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് കണ്ടൊരു വാർത്തയാണ്. മണി ചെയിൻ മാതൃകയിൽ കോടികൾ തട്ടിയെടുക്കുന്നു. അതായത് കഴിഞ്ഞ മാസം മെയ് 10-ാം തീയതി ഞങ്ങൾ ഉടുപ്പിക്കൊരു യാത്ര പോയി. നമ്മൾ ഗരീബ് രഥിലാണ് പോയത്. അതിനകത്തുണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 സഹയാത്രികർ, 2 ആണുങ്ങളാണ്. അവിടെ റിഗ്ഗിലൊക്കെ ബോംബെയിലൊക്കെ റിഗ്ഗിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് 2 പേരൊന്ന്. പിന്നീട് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി. അതിലൊരാൾക്ക് ഈ പറഞ്ഞ സൈലൻസർ ഒന്നുമില്ല. അദ്ദേഹം വളരെ വെട്ടിപ്പൊട്ടിക്കുന്നവരൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലോ, നമ്മൾ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ വേറെ ഒരു ആൾ അദ്ദേഹത്തിനോട് ജോലി ചെയ്യുന്ന ഒരാളെ അദ്ദേഹം ഉപദേശിക്കുന്നതാണ് നമ്മൾ കേട്ടത്. അതായത് ഈ പൈസ ഇങ്ങനെ നിനക്ക് രക്ഷപ്പെടണം എന്നുള്ളത്. അത് അദ്ദേഹം ഞങ്ങളെ ഇറങ്ങുന്നവരെ അദ്ദേഹം സംസാരിച്ച് ഇതിനെക്കുറിച്ച് മാത്രമാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടെങ്കിലും ഈ കൂട്ടുകാരനെ ആഹാരം കഴിപ്പിക്കുന്നു, വെള്ളം കുടിപ്പിക്കുന്നു, അങ്ങനെ ഒരുപാട് കലാപരിപാടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ ഭാര്യയെ കൊണ്ട് വിളിപ്പിക്കുന്നു, അതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇപ്പം ഈ വാർത്ത വായിച്ചപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ഈ കൂട്ടുകാരനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഓർത്തത് പെട്ടെന്ന്. അതായത് ഇവർ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അതായത് ഒരു മാസം 60 ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്നുണ്ട്. നിന്റെ കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. നീ രക്ഷപ്പെടാൻ നിനക്ക് വേറെ വഴിയില്ല, അതുകൊണ്ടാണ് നിനക്കാണിത് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു 100 പ്രാവശ്യം ആ സംഭാഷണത്തിനിടയ്ക്ക് പുള്ളി അത് പറയുന്നുണ്ടെന്നുള്ളതാണ് രസകരമാരും. അതേപോലെ തന്നെ വിദേശത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനി ആയതുകൊണ്ട് ആധാറോ പാൻ നമ്പറോ ഒന്നും വേണ്ട. ക്രിപ്റ്റോ ഇടപാടായതിനാൽ ലോകത്ത് എവിടെയും ഇടപാടുകൾ നടത്താം എന്നൊക്കെ ഉറപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു യൂണിറ്റിന് ഇപ്പോൾ 4,80,000 രൂപയാണ്. അദ്ദേഹം അന്ന് എമൗണ്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ നിനക്ക് നിൻ്റെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ വസ്തു വിറ്റിട്ടോ ഒക്കെ നിക്ഷേപിക്കാനാണ് ഇദ്ദേഹം ഈ കൂട്ടുകാരനെ ഉപദേശിക്കുന്നത് എന്നുള്ളതാണ് രസം. എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയാതെ ഈ അടുത്ത കാലത്ത് പൊട്ടിപ്പോയ ഹൈറിച്ച്, കോടികൾ തട്ടിക്കൊണ്ടുപോയ ഹൈറിച്ചിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. നമ്മൾ ദിനം പ്രതി ഇതിനെക്കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നിട്ട് പോലും ഇതിലൊക്കെ ആൾക്കാർ പണം നിക്ഷേപിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം അല്ലാതെ മറ്റൊന്നും തോന്നില്ല. കാരണം ഇതിനകത്ത് പറയുന്നത് ഈ 4,80,000 രൂപയാണ് ഇപ്പോൾ ഒരു യൂണിറ്റിന്. അത് 16 മാസം കൊണ്ട് 14 ലക്ഷമായി കിട്ടും. ഒന്ന് ഓർത്ത് നോക്കണേ, 4,80,000 രൂപ 14 മാസം കൊണ്ട് 16 മാസം കൊണ്ട് 14 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്യുന്നത്. സ്ത്രീകളെയാണ് ഇവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്ത്രീകളാണ് കൂടുതൽ ഏജന്റുമാർ എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട്. ഒരാൾക്ക് എത്ര യൂണിറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഇത്രയൊന്നൊന്നുമില്ല. ഇ കൊമേഴ്സ് കമ്പനിയാണെന്നും സ്വർണം മുതൽ സകല സാധനങ്ങളും അതിലൂടെ വാങ്ങാൻ സൗകര്യം ലഭിക്കുമെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. സ്വയം ചേരുന്നതിനും വരുമാനവും ആളുകളെ ചേർക്കുന്നതിന് വേറെ വരുമാനവും കമ്മീഷനും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇടപാട്ടുകാരെ കൂട്ടാൻ ഇവർ ഏറ്റവും കാര്യമായിട്ട് ചെയ്യുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത് സൂം മീറ്റിംഗ് ആണ്. അതായത് ഇത് തട്ടിപ്പല്ല എന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവർ സൂം മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കും. അവരെങ്ങനെയാണോ ഇത് പ്രവർത്തിക്കുന്നതെന്നും ഈ പറഞ്ഞ പോലെ ക്രിപ്റ്റോ കറൻസി ആക്കുന്നതും ഡോളറായിട്ട് നിങ്ങൾക്ക് മേടിക്കാം, നിങ്ങൾക്ക് ഏത് രാജ്യത്ത് വേണേലും പോയി ഇത് വെച്ച് സാധനങ്ങൾ മേടിക്കാം എന്നൊക്കെയാണ് ഇവർ വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ആ വിശ്വാസം കൂട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് സൂം മീറ്റിംഗ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേ വാചകം അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. സൂം മീറ്റിംഗ് ഉണ്ട്, ഒന്നും പേടിക്കേണ്ട, സൂം മീറ്റിംഗ് ഉണ്ട്, എപ്പോഴും എല്ലാ ആഴ്ചയിലും സൂം മീറ്റിംഗ് ഉണ്ട്, എല്ലാ ആഴ്ചയിലും ഒന്നും നീ പേടിക്കേണ്ട, സൂം മീറ്റിംഗ് ഉണ്ടല്ലോ. അദ്ദേഹം ഇങ്ങനെയാണ് ഈ പറയുന്ന ഇതേ വാചകമാണ്. എന്തിനാണ് നീ പേടിക്കുന്നത്, സൂം മീറ്റിംഗ് ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ സൂം മീറ്റിംഗ് എന്താണെന്ന് പോലും പുള്ളിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. ഈ കൂട്ടുകാരൻ ഇച്ചിരി തലയ്ക്കകത്ത് മൂളയുള്ള ആളാണെന്ന് തോന്നുന്നു. ഞാൻ പറയാം ചേട്ടാ എന്നല്ല. പിന്നെ സത്യം പറഞ്ഞാൽ പുള്ളി മൂളി കയറി ഒരു കിടപ്പ് കിടന്നിട്ട് ഈ മനുഷ്യൻ പിന്നെ ചോറിനാൻ വിളിച്ചിട്ട് പോലും പുള്ളി ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവം കൂടി. ഞങ്ങൾ ഇറങ്ങുന്നവരെ പുള്ളി ഒരു തരത്തിലും പിന്നെ ഇറങ്ങാൻ പോലും തയ്യാറായില്ല എന്നൊരു വാസ്തവം കൂടി അതിനകത്തുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിലേറ്റവും കോമഡിയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, സൂം മീറ്റിങ്ങിൽ ഇടയ്ക്കിടെ സൂം മീറ്റിംഗ് ഉണ്ട്. അതിന് ബദലായി ഈ കമ്പനിക്ക് ബദലായി മറ്റൊരു കമ്പനി ഉണ്ട്. അതിനാൽ അതിനകത്ത് പോയി പെടല്ലെന്ന് ഏജന്റുമാരെ പ്രത്യേകം പറഞ്ഞ് വിലക്കുന്നുണ്ട്. അതായത് ഈ കമ്പനി പോലെ മറ്റൊരു കമ്പനിയും ഇല്ല, അതായത് ഞങ്ങൾക്ക് വേറെ എങ്ങും ബ്രാഞ്ചുകളില്ല, ഇതുപോലെ തന്നെ ഇതാണെന്നും പറഞ്ഞിട്ട് വേറെ ആരുണ്ടൊക്കെയോ കമ്പനികളാക്കിയിട്ടുണ്ട്, അതിൽ പോയി പെടരുത് എന്ന് ഈ സൂം മീറ്റിങ്ങിൽ അവർ പ്രത്യേകം നിങ്ങളെ ഉപദേശിക്കുന്നുമുണ്ട്. അപ്പം അറിയാനുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കമ്പനികളൊന്നും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഇല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് തട്ടിപ്പുകാർക്ക് വേണ്ടി ബഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു 2019 ഫെബ്രുവരി 21 നിലവിൽ വന്ന നിയമമാണ്. RBIയുടെയും സെബിയുടെയും ഒക്കെ അണ്ടറിലുള്ള ഒരു നിയമമാണ് ഈ ബഡ്സ് എന്ന് പറയുന്നത്. അനുമതിയില്ലാതെ ആരെങ്കിലും പൊതുജനങ്ങളിൽ നിക്ഷേപം സ്വീകരിക്കുന്നത് കുറ്റകരമാണ്. 7 വർഷം വരെ തടവും 10 ലക്ഷം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനൊക്കെ ചെന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കണക്കിന് ശരിയാണ്, 10 ലക്ഷം രൂപ പിഴയുള്ളൂ, ഇവർ കോടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അതെല്ലാം കണ്ടു കിട്ടും കേട്ടോ. അങ്ങനെയും കൂടെ വിചാരിച്ചോണം നിങ്ങൾ. 10 ലക്ഷം വരെ പിഴയും ലഭിക്കാം. നിക്ഷേപ തട്ടിപ്പ് പ്രചരിപ്പിക്കുകയോ പരസ്യം ചെയ്യുകയോ ചെയ്താൽ 5 ലക്ഷം വരെ തടവും 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കാം. ഈ കുറ്റകൃത്യങ്ങൾ ജാമ്യമില്ലാത്തവയാണ്.
അഡീഷണൽ സെക്ഷൻ കോടതിയിലാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതോടെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നവർ അത്യാവശ്യം വിവരമുള്ള ഒരു ബാങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബാങ്കിലെങ്കിലും, നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിലെങ്കിലും ചെന്ന് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പൊല്ലാപ്പിലൊക്കെ ചെന്ന് പെടാനുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങൾ വേണ്ടി തരികയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, അപ്പം ഞാൻ അന്ന് പുള്ളി ഞങ്ങളിപ്പോൾ ഞാനും ചേട്ടനും പറഞ്ഞു, ചേട്ടാ എനിക്കൊരു കണ്ടന്റ് ആയാലോ എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. പിന്നെ ഞാൻ അത് വിട്ടുപോയി. കാരണം അദ്ദേഹം പുള്ളി അത്ര നിനക്ക് ഈ പുള്ളിയുടെ വാചകം നിനക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, നിനക്കിത് രക്ഷപ്പെടണം എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിത് നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറയുന്നുണ്ട്. നീ വേറെ ആൾക്കാരെ ചേർത്താൽ നിനക്ക് പൈസ കിട്ടും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിനാണ് പുള്ളിയുടെ ഭാര്യയ്ക്ക് കിട്ടിയ പൈസയെക്കുറിച്ച് ആദ്യമൊക്കെ കുറച്ച് പേർക്ക് പൈസയൊക്കെ കൊടുക്കും കേട്ടോ. അതങ്ങനെയൊക്കെയാണ് അവർ വിശ്വാസം നേടുന്നതെന്നുള്ള കാര്യം കൂടെ ഓർക്കണം. അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നിനക്ക് പൈസ ഇല്ലെങ്കിൽ നീ ഭാര്യയുടെ സ്വർണം കൊണ്ട് വയ്ക്കുക അല്ലെങ്കിൽ വസ്തു പണയം എടുത്ത് എന്നിട്ടൊക്കെ കൊണ്ട് പൈസ ഇടാനൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ലടാ, സൂം മീറ്റിംഗ് ഉണ്ട്, എപ്പോഴും സൂം മീറ്റിംഗ് ഉണ്ട്. നീ എന്തോ പേടിക്കാനോ ഒന്നുമില്ല. ക്രിപ്റ്റോ കറൻസിയായിട്ടോ ഡോളറായിട്ടോ ഒക്കെ നിനക്ക് ഏത് രാജ്യത്ത് വേണേലും പോ. ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഭയങ്കര രസമാണെന്ന് ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായി തീരുന്ന കാര്യം സത്യം പറഞ്ഞ സഹതാപവും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം വല്ലതും ഉണ്ടെങ്കിൽ പറയുക. എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തൊക്കെ പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ മിക്കവാറും വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ അനുഭവം പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഫോളോ ചെയ്യുക, കമൻറ്റ് ഇടുക.